പ്രശാന്ത് ഏട്ടാ, സരിനും നമ്മുടെ സന്ദീപ് വാര്യരും ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ പാലക്കാട് രാഷ്ട്രീയം മുഴുവൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സന്ദീപ് വാര്യരുടെ ചർച്ച എന്ന് പറയുന്നത് ഏകദേശം കെട്ടടങ്ങിയ മട്ടാണ്. സന്ദീപ് വാര്യർ കൊണ്ടുവന്ന ടൈമിംഗ് കുറച്ച് തെറ്റിപ്പോയി എന്നുള്ളതാണ്. കാരണം സന്ദീപ് വാര്യരുടെ ആ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പാലക്കാട് നീല ട്രോളി വിവാദം വന്നു. അതോടുകൂടി അത് നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി. വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. എന്തായാലും ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്ന് പുറത്ത് പോകുമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. സരിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ സരിനെക്കുറിച്ച് ഇന്നലെ ഇ.പിയുടെ പരിപ്പുടയം കട്ടൻ ചായ വന്നല്ലോ. പരിപ്പുടയം കട്ടൻ ചായയിലും അതിനകത്ത് പറയുന്നത് സരിനൊരു ഒറ്റുകാരനാണെന്നൊക്കെയാണ് പറയുന്നത്. എന്താ തോന്നുന്നത് ഇവർ രണ്ടുപേരെ കുറിച്ച്? എനിക്ക് കാണുമ്പോൾ ചിരി വരും. ഈ സരിൻ എന്ന് പറയുന്ന ആ പാമ്പ് പിടിച്ച നിങ്ങൾ TV കാണാറുണ്ടോ? കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കോൺഫിഡൻസും അദ്ദേഹത്തിൻ്റെ രീതികളും ആ സംസാരവും കാണുമ്പോൾ ഈ പൊട്ടനാണ്. അല്ല, അവിടെ എനിക്ക് തിരക്കാവുന്ന രീതിയിലൊക്കെ ഞാൻ തിരക്കിയപ്പം ഈ സരിന് തുടങ്ങിയതിനേക്കാൾ എത്രയോ പുറകിൽ പോയെന്നറിയോ? അതായത് ഇമേജ് ഉണ്ടായിരുന്നു. അതിനേക്കാൾ എത്രയോ പുറകിൽ, വളരെ പുറകിലായിപ്പോയി. ആ പയ്യൻ കാണിക്കുന്ന ഗോഷ്ടി ഈ IAS ഒക്കെ വ്യാജമായിട്ടൊക്കെ കിട്ടുമോ? അല്ല കിട്ടും, അങ്ങനെ കിട്ടും. ഡോക്ടറാണ് പുള്ളി. അല്ല, അങ്ങനൊന്നും കിട്ടത്തൊന്നുമില്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നും. ഏതാണ്ട് ചെറിയ അവിടെ ഇവിടെയൊക്കെ അതൊക്കെ പിടിച്ചിട്ട് ഒക്കെ ഉണ്ട്. എനിക്ക് അതിനകത്ത് IAS ഒക്കെ ഉണ്ടെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള കിട്ടുന്നത് അധികമൊന്നുമില്ല. എവിടെയോ ഒരു അതുപോലല്ലേ. അല്ല, ഡോക്ടർ ആരും ചികിത്സിക്കാനും പോകാതിരിക്കുന്നതായിരിക്കും വൃത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു കോൺസെൻട്രേഷൻ ഒന്നും ഉള്ള ആളല്ല, ഒരു മനസ്സിലാവുന്നത്. അപ്പം ഞാനീ പറയുന്നത് അത് കഴിഞ്ഞിട്ട് സന്ദീപ് വാര്യർ പുള്ളിയെ കണ്ട പിന്നെ ഓവർ കോൺഫിഡൻറ്റ് എന്ന് വെച്ചാൽ വളരെ പക്വമതിയായിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള, ആർക്കും കണ്ടാൽ ഇത്രയും വിലയൊന്ന് വെച്ചിട്ടേ പോകത്തുള്ളൂ. ആഠ്യത്വമൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത്ര രീതിയിലുള്ളൊരു നേതാവ്. രണ്ട് പേരും കാണിച്ചത്, നമ്മൾ നാടൻ ഭാഷയിൽ അതിന് വേറെ പേരുണ്ട്, ഞാനത് പറയുന്നില്ല. സരിൻ എന്ന് പറയുന്ന ആളിനെ നമ്മൾ എത്ര പറയുമ്പോഴും ഈ പാർട്ടിക്കകത്ത്, എല്ലാ പാർട്ടിക്കകത്ത് പാർട്ടിയുടെ ഐഡിയോളജി വെച്ച് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അവർക്കൊന്നും കിട്ടാറില്ല. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മാത്രമേ ചിലപ്പം, പക്ഷേ അവരൊന്നും പ്രതീക്ഷിച്ചായിരിക്കത്തുമില്ല, ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടും ആവാം. എന്നാലും ഇതിനു വേണ്ടി തല്ലുകൊള്ളാനും സമരം ഉണ്ടാക്കാനും നിൽക്കുന്ന കുറേ ആൾക്കാർ എപ്പോഴും ഉണ്ട്. കോൺഗ്രസിനകത്തുണ്ട്, CPM-നകത്തുണ്ട്, CPI-ക്കകത്തുണ്ട്, BJP-ക്കകത്തുണ്ട്. ഇതിനകത്ത് വളരെ കുറച്ച് ആൾക്കാർക്ക് അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഭാഗ്യം കൊണ്ടോ അല്ലെ കഴിവ് കൊണ്ടൊന്നും പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല. സരിൻ എന്താ കഴിവുകൊണ്ടാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നിയമസഭ അനുസരിച്ച് അയാൾ ഡോക്ടറായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് IAS കിട്ടിയിട്ടുണ്ടാവും. ഒരു സുപ്രഭാതത്തിൽ ആരാണ്ട് പറഞ്ഞു കൊടുത്തു, ഇതിനെക്കാട്ടി നല്ല കച്ചവടം രാഷ്ട്രീയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇതിനകത്തോട്ട് വന്നു. അല്ല, ഞാൻ ശരിയായിട്ട് വന്നു. അതിനകത്ത് വന്നപ്പോൾ ഇയാൾ നോക്കിയപ്പോൾ അയ്യോ, ഒരു IAS-കാരൻ രാജിയൊക്കെ വെച്ചിട്ട്, IAS-കാരൻ രാജി വെച്ചതിൻ്റെ കഥ വേറെ ഉണ്ട്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഇലക്ഷൻ നടക്കുമല്ലേ. വന്നു പുള്ളി ഡോക്ടറും കൂടെ. അപ്പോൾ അതിനകത്തുള്ളൊരു പറഞ്ഞു, ഇതിനകത്ത് കിടന്ന തൊഴിലാളി, എറിഞ്ഞ തൊഴിലാളിയുണ്ട്, ബസ്സിൻ്റെ കാറ്റ് കുത്തിവിട്ട സാധാരണക്കാരനുണ്ട്, അല്ലാതെ എല്ലാവരും ഉണ്ട്. ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ നിന്ന് പുസ്തകം പഠിച്ചിട്ട് IAS കിട്ടിയിട്ട് അതും കളഞ്ഞിട്ട് ആ ജോലിക്ക് കൊള്ളാതെ ഡോക്ടർ പണി കിട്ടിയിട്ട് അതിനും കൊള്ളാത്തവൻ ഈ രാഷ്ട്രീയത്തിലോട്ട് വന്നപ്പോൾ ഇവനെ എടുത്തിട്ട് 2016 സീറ്റ് കൊടുത്തു. അപ്പോൾ ഇവന് മനസ്സിലായി ഇത് ഇത്രയേ ഉള്ളത്. 2016 സീറ്റ് കൊടുത്തിട്ട് പാലക്കാട്ട് നിന്ന് ഷാഫി പറമ്പിൽ അങ്ങോട്ട് പോയപ്പോൾ പുള്ളി അങ്ങോട്ട് അവിടെ പണി തുടങ്ങി. കാരണം പുള്ളിയുടെ കുടുംബസ്വത്താന്നല്ലേ പറയുന്നത്, അവരങ്ങനെ ശീലിച്ചിരിക്കുന്നു. അവിടെ പണി തുടങ്ങി. 2025 പുള്ളിക്ക് സീറ്റ് കിട്ടാതെ പുള്ളി അങ്ങ് തീരുമാനിച്ചു. അതുവരെ പുള്ളിയെ എടുത്ത ഐഡിയോളജി മാറി, അദ്ദേഹത്തിൻ്റെ രീതി മാറി. കാരണം പുള്ളിക്ക് ഈ പൊതുസേവനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കണ്ടിട്ടുള്ളത് ധനുഷ് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ പൊതുസേവനം, പണ്ട് AKGയുടെ കാലവും EMSൻ്റെ കാലവും അല്ലെങ്കിൽ പഴയ രാഷ്ട്രീയക്കാരുടെ കാലമൊക്കെ മറന്നിട്ട് പൊതുസേവനം എന്ന് പറഞ്ഞാൽ എന്തോന്നറിയോ? ഒന്നുകിൽ MLA ആവണം, അല്ലെങ്കിൽ MP ആവണം. ഇത് വന്നാലേ പൊതുസേവനം നടക്കത്തുള്ളൂ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവനെ അവൻ കൊള്ളാവുന്ന കണ്ട് ഓരോ പാർട്ടിയും അവനെ എടുത്ത് മത്സരിപ്പിക്കും. ജനം അവരെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് MLA MP ഒക്കെ ആവാറാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിനകത്ത് ഈ പൊതുസേവനം ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ MLA ആവണം, അല്ലെങ്കിൽ MP ആവണം. ഇദ്ദേഹത്തിന് ആദ്യത്തെ തവണ അവർ നോക്കി. കാരണം ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മാന്യത വെച്ചിട്ട്, മാന്യമായ പാർട്ടിയൊന്നും അല്ലെങ്കിലും ഇവൻ്റെ കാര്യത്തിൽ ഒരു IAS-കാരൻ വന്നു, അല്ലെങ്കിൽ ഡോക്ടർ വന്നു, അവൻ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കാൻ വന്നതല്ല, അവന് പുതിയ സീറ്റ് കൊടുത്തു, ഇവ മത്സരം ജയിച്ചില്ല. പക്ഷേ അന്ന് കോൺഗ്രസ്സുകാരൻ അറിഞ്ഞില്ല ഇവൻ ഇതിനാ വന്നേന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ സീറ്റ് കിട്ടണം, പുള്ളിയുടെ ഐഡിയോളജി മൊത്തം പുള്ളി രാജ്യത്ത് മൊത്തം നന്നാക്കാൻ നിന്ന്. അപ്പോൾ ഈ പാലക്കാട് സീറ്റ് കിട്ടി ജയിച്ചു വന്നാലേ നന്നാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയും ഈ രാജ്യം നന്നാക്കിയല്ലേ മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. കാരണം പുള്ളി ശ്രീകൃഷ്ണ അവതാരം പോലെയും ഈ മറ്റ് അവതാരങ്ങൾ പോലെയുള്ള ഒരു അവതാരം, സരിൻ അവതാരം, ഈ ഇന്ത്യ മഹാരാജ്യം നന്നാക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ പുള്ളിക്ക് അത് അപ്പോൾ മറ്റേവർ നോക്കിയപ്പോൾ എൻ്റെ മുന്നേ ഉള്ള കാര്യം പറയാമല്ലോ, പറഞ്ഞുകൂടാ അവർക്ക്
സത്യം പറഞ്ഞാൽ അവിടെ നിർത്താൻ പറ്റിയൊരു ക്യാൻഡിഡേറ്റ് ഇല്ല. ചോദിച്ചവരെല്ലാം പറഞ്ഞു കാരണം കാരണം അവരുടെ ഒരു അവസ്ഥ ഇപ്പോൾ ഇവനങ്ങോട്ട് വന്നിയാടി ഇവൻ്റെ തലയിൽ ആ സാമാനം എടുത്ത് വെച്ചാൽ കെട്ടി ഇവൻ ഇതും കൊണ്ട് കിടന്നങ്ങ് ഓടുവാകും. മനസ്സിലായി, ഓടിയിട്ടൊരു കാര്യമില്ല. പിന്നെ മറ്റേ ഞാനീ പറഞ്ഞല്ലോ മറ്റേ ബഹുമാന്യനായിട്ടുള്ള കാരണം അദ്ദേഹമായിരുന്നു ഈ BJP കണ്ടുപിടിച്ചത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ മോഹൻ ഭഗത് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, പുള്ളിയെക്കാട്ടിലൊക്കെ മേളത്തെ റേഞ്ച് ചെയ്യുന്ന സംസാരിച്ചുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ, അദ്ദേഹത്തിൻ്റെയും ഈ പറഞ്ഞതുപോലെ ലക്ഷ്യം ഇതായിരുന്നു. ലക്ഷ്യമെന്ന് പറഞ്ഞാൽ BJPക്ക് MLA വേണം, അത് ഞാനാണെങ്കിൽ ആയാൽ മതി. BJPക്ക് MP വേണം, ഞാനാണെങ്കിൽ ആയാൽ മതി. എൻ്റെ പൊന്നെ ഇയാൾ ഈ പറയുന്ന ന്യായമൊക്കെ പറയുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പട്ടാളത്തിൽ വളരെ ബഹുമാനിക്കുന്ന പട്ടാളക്കാരനായിരുന്നു, അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇയാൾ ഇനി ഏത് കൊമ്പത്താളായാലും BJP എന്ന് വന്ന പ്രസ്ഥാനത്തിനകത്ത് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ആ പ്രസ്ഥാനത്തിൻ്റെ കെയർ ഓഫിലാണല്ലോ സന്ദീപ് വാര്യർ വലിയ ആളായത്. ആ പ്രസ്ഥാനത്തിൻ്റെ കെയർ ഓഫിലാണല്ലോ ചാനൽ അദ്ദേഹത്തെ വിളിച്ച് അഭിപ്രായം ചോദിച്ചത്. ആ പ്രസ്ഥാനത്തിൻ്റെ കെയർ ഓഫിലാണല്ലോ അദ്ദേഹത്തിന് വലിയ വലിയ ആരാധകരുണ്ടായത്. ആ പ്രസ്ഥാനത്തിൻ്റെ കെയർ ഓഫിലാണല്ലോ സംസാരിക്കാൻ അറിയാമെന്ന് നാട്ടുകാരറിഞ്ഞതും അഭിപ്രായങ്ങൾ BJPയുടെ ഭാഗമായിട്ട് സംസാരിക്കാൻ പറ്റിയത്. ഈ അവസരത്തിൽ ഇയാളിത് കാണിച്ച നെറുകേടില്ലേ? അയാൾ സംസ്ഥാന കമ്മിറ്റി ഇയാൾക്ക് എവിടെല്ലാം ഈ പാർട്ടി പ്ലേസിങ് കൊടുത്തോണ്ടാണ് ഇയാളെ എല്ലാവരും പറഞ്ഞു. ഇയാൾ പറഞ്ഞ് അവിടുത്തെ സ്റ്റേജിനകത്ത് കയറ്റി ഇരുത്തിയില്ലെന്നുള്ളൂ. ഇയാൾ കൊള്ളാവുന്ന നേതാവാണെങ്കിൽ ആ നിലത്തിരിക്കുമ്പം അണികൾ മൊത്തം അയാളെ കൂടിയിരിക്കും. ഇയാൾ കണ്ടിട്ടില്ലയോ നരേന്ദ്രമോദിയെ? നരേന്ദ്രമോദി ഇരിക്കുന്നിടത്താണല്ലോ ആൾക്കാർ വന്നിരിക്കുന്നത്. നരേന്ദ്രമോദി ഇരിക്കുന്നിടത്ത് ആൾ കൂടുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ അങ്ങനത്തെ ആണെങ്കിൽ ഇയാളെന്തിനാ സങ്കടപ്പെടുന്നത്? ഇയാൾക്കപ്പം പാർട്ടിയൊന്നുമല്ല വിഷയം, ഇയാളും വേറൊരു സരിന. ഇയാൾക്കും ആവേണ്ടത് നാട് നന്നാക്കുന്നതല്ല. ഈ നമ്മുടെ RSSൻ്റെ സ്ഥാപക ദിനം ഉണ്ടല്ലോ, അന്ന് ഇവനെല്ലാവരും പാൻറ്റും എടുത്തിട്ട് ഉടുപ്പും എടുത്തിട്ട് തൊപ്പിയും വെച്ചൊരു ഫോട്ടോ ഇടും. അവനെല്ലാം എന്താ RSS ഇവനൊക്കെ? അല്ല എന്താ RSS? RSS എന്ന് പറഞ്ഞാൽ ജീവിതം ത്യജിച്ച് ഈ കളഞ്ഞ് ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ നല്ല RSSകാരെ കണ്ടിട്ടുണ്ട്. ഞാൻ RSSകാരനല്ലെങ്കിലും നല്ല ഒന്നാമതൊരു RSSകാരെ കണ്ടിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്, ഇപ്പോഴും ബഹുമാനമാണ്. അല്ലാതെ ഈ സന്ദീപ് വാര്യരുടെ കൂട്ട് റോഡിൽ ഓട്ടോ ഓടിക്കാൻ നിൽക്കുന്നവൻ കയ്യെ രാഹിയും കെട്ടി 7 കുറിയും തൊട്ട് വായി ശമ്പും വയ്ക്കുന്ന ഒരാൾ ആണ് RSS എന്ന് ധരിച്ചിരിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ ഗണത്തിലെ സന്ദീപ് വാര്യർ വരത്തുള്ളൂ. ഈ നിർണായക ഘട്ടത്തിലാണ് പാർട്ടിയുടെ കൂടെ ചതിക്കണ്ടേ? അതൊക്കെ എന്തെങ്കിലും ഇല്ലാഞ്ഞിട്ടാ. നാളെ കാലത്ത് ഇവിടെ എത്ര പേരുണ്ട് ധനുഷേ? ഇപ്പം BJPക്ക് നേതാക്കന്മാർ വളരെ കുറച്ചേ ഉള്ളൂ. ഇയാൾ മുഖ്യധാര നിൽക്കുന്നത്. ഇയാളെ എത്ര ഒതുക്കിയാലും ഈ പ്രസ്ഥാനത്തെ വളർത്തി മുന്നോട്ട് കൊണ്ടുവന്നാൽ ഇയാൾ അതിൻ്റെ ഭാഗമാകുമായിരുന്നു. അപ്പോൾ അയാൾക്ക് ധൃതിയിൽ MLA ആവണം. അതായത് ഈ പ്രസ്ഥാനത്തിനോടല്ല സ്നേഹം, ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന് പ്രൊജക്ഷൻ അംഗീകാരം കിട്ടിയപ്പോൾ ഏറ്റവും മുന്നേ തന്നെ ഇതിനകത്തെ ബലിദാനികളെ ഓർക്കാതെ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പണി ചെയ്തവരെ ഓർക്കാതെ, ഒന്നും ചെയ്യാതെ ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തെ പ്രസ്ഥാനത്തെ ഉറ്റിയവനെ യാതൊരു കാരണവശാലും ആ പ്രസ്ഥാനം ഇനി ഉൾക്കൊള്ളരുത്. അയാളെ ബാക്കി ഉള്ളവർ ആരും ഉൾക്കൊള്ളുന്നില്ല എൻ്റെ ഇതനുസരിച്ച്. ബാക്കി പാർട്ടിക്കാർക്ക് വേണ്ട. കോൺഗ്രസ്സുകാരൻ ഹാസൻ പറഞ്ഞു അവൻ ഞങ്ങൾക്ക് എന്തിനാ ചോദിച്ചു, അവനെ എന്തിനാ ഞങ്ങൾക്ക്? ഹാസൻ ആദ്യമേ ചോദിച്ചതാ. CPI പോലും ആ സീറ്റ് ഉദ്ദേശിച്ചായി പുള്ളി പോകുന്നത്. ആ സീറ്റിന് ഇപ്പോഴേ കടിപിടിയാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് എന്നാൽ ഇപ്പോൾ കടിക്കാൻ പിടിക്കാൻ നിൽക്കുമല്ലേ? CPIക്ക് അത് ആരാണ്ടുണ്ടോ? ആരുമില്ല. അതിൻ്റെയൊക്കെ കാര്യം തീരുമാനം ഈ വിനയ വിശ്വത്തോടു കൂടി അത് ഓർമ്മയാവുന്ന അവസ്ഥയിലാണ്. അതിനകത്തോട്ട് നിൽക്കുക ഈ വലിയൊരു പ്രസ്ഥാനത്തിനകത്തുനിന്ന്. അല്ലേ ഞാൻ ആലോചിച്ചു, സന്ദീപ് വാര്യരൊക്കെ BJPയുടെ ഭാഗമായിട്ട് ലോകം മൊത്തം അറിയുന്ന ഒരു നേതാവും എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു നേതാവും ഒരു നിസ്സാരമായിട്ടുള്ളൊരു സീറ്റിന് വേണ്ടി നിന്ന് വെയിറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടത്തില്ലായിരുന്നു. അദ്ദേഹത്തിന് MP MLA മാത്രമല്ല ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റിൽ വെറും ഒരു സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് പോലും അയാളുടെ അംഗീകാരം എത്രത്തോളം വലുതായിരുന്നു. അതായത് ഈ സമയത്തൊന്നും ഒരു പാർട്ടി സരിൻ കാണിച്ചത് നെറുകേട്, ഇയാൾ കാണിച്ച അതിനെക്കാട്ടി വലിയ കേട്. ആര് കാണിച്ചാലും ഈ സമയത്ത് ഒരു നിർണായക ഘട്ടത്തിൽ അയാളാക്കിയ ഒരു പ്രസ്ഥാനത്തെ ഉറ്റുന്നവൻ സരിനോടും നമുക്ക് താല്പര്യം. സരിൻ എന്താ ഐഡിയോളജി? അയാൾ പറയും ഞാൻ അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്തോ കോൺഗ്രസ് പിന്നെ ഭയങ്കര സീറ്റ് MLA അല്ലെങ്കിൽ MP ആവണം. അത് കഴിഞ്ഞ് ചാപ്പ അടിക്കണം, പിള്ളേരോട് സുഖമായിട്ട് നടക്കണം, നാട്ടുകാരെ കാണുമ്പോൾ സ്ഥലം കാണിക്കണം. അല്ല ഒന്നും വേറെ കാര്യമൊന്നുമില്ല. നാട് നന്നാക്കാൻ ഇറങ്ങിയൊന്നും അല്ല, വീട് നന്നാക്കാൻ തന്നെ ഇറങ്ങിയതായി ഇവർ രണ്ടുപേരും. മനസ്സിലാവുന്നുണ്ടോ? അല്ല വേറെ ന്യായമൊന്നുമില്ല. അപ്പോൾ പാലക്കാട്ട് ഈ പറയുന്ന അവസരത്തിൽ ഇപ്പം ഇയാൾ നോക്കുന്നത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആ പാലക്കാട് കൃഷ്ണകുമാർ നോക്കുന്നത് തോറ്റോട്ടെ. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്ത് ഈ ഐഡിയോളജിക്ക് ഇപ്പം ഐഡിയോളജിയുടെ കെയർ ഓഫ് മാത്രം നോക്കുക. ആ ഐഡിയോളജി ഏത് പാർട്ടിയാണോ? കോൺഗ്രസ് ആണോ, മാർക്സിസ്റ്റ് ആണോ, BJP ആണോ? ആരാണ് നിങ്ങൾക്ക് ഇപ്പം തൃപ്തിയാവുന്നത് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്നത്? ഇവനെയൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പം അങ്ങനെ നോക്കാൻ പറ്റുന്ന നേതാക്കന്മാർ ഒരു പാർട്ടിക്കകത്തും ഇല്ല. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ജനത്തെ പിന്തുണ കോൺഗ്രസിനകത്തും ഇല്ല,
CPM-നകത്തുമില്ല, BJP-ക്കകത്തുമില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, കരുണാകരനുണ്ടായിരുന്നു, നായനാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അച്യുതാനന്ദനുണ്ടായിരുന്നു, ഏറ്റവും അവസാനം വരെ ഉമ്മൻചാണ്ടി വരെ ഉണ്ടായിരുന്നു. BJP-ക്കകത്ത് കുറച്ചെങ്കിലും ആൾക്കാർക്ക് അഭിപ്രായമുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. KG മാരാറുണ്ടായിരുന്നു, പുള്ളി പറയുമ്പോൾ പാർട്ടിക്ക് സ്വാധീനം. പിന്നെ നമ്മുടെ കുമ്മനം ഉണ്ടായിരുന്നു, കാരണം ആൾക്കാർക്കറിയാം അദ്ദേഹം മുകുന്ദൻ. ഇപ്പോൾ ഉള്ളതിനകത്ത് ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയുണ്ട്, മനസ്സിലായി. വേറെ ഈ പറയുന്ന അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനുണ്ട്, കുറച്ച് പുള്ളിങ് കണ്ടിട്ട് ആൾക്കാർക്ക് അറിയാം കൊള്ളാം എന്നുള്ളത്. അല്ലെങ്കിൽ സന്ദീപ് വാര്യരൊക്കെ ആൾക്കാരുടെ സംസാരവും കാര്യങ്ങളും കൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു വന്നതാണ്. പക്ഷേ ഇപ്പം മനസ്സിലായി ഒറ്റുകാരാണ്. അപ്പോൾ ഈ സന്ദീപ് വാര്യരും ഈ സരിനുമൊക്കെ നിർണായക സമയത്ത് ഒറ്റുകാരാണ്. ഇവർ ഒരു പാർട്ടിക്കും പറ്റിയവരല്ല. ഇവർ പാലക്കാട്ട് ഒരു കോപ്പും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനം തിരിച്ചറിയണം, ഒരു സന്ദീപ് വാര്യരല്ല BJP, ഒരു സരിനല്ല കോൺഗ്രസ്, മനസ്സിലാവും. ഒരു മാങ്കൂട്ടത്തിലും അല്ലെങ്കിൽ സരിനല്ല കോൺഗ്രസ്, ഒരു മാങ്കൂട്ടത്തിലും കോൺഗ്രസ് അല്ല. പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അവരെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ രാജ്യം നമ്മുടെ ഭാഗമല്ലാതാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.